എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാരണം പെട്ടെന്ന് അതും വൈകിയ വേളയിൽ എൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നു. വൈകിയ വേള വെച്ചാൽ സമയക്കുറവ് നല്ല ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ലിസ്റ്റിലാണ് വന്നത്. തിരുവനന്തപുരത്തുനിന്ന് വരുന്നു. എന്നിട്ടും ഒരു സ്വന്തം വീട്ടുകാരെ പോലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകർക്കും എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്നറിയില്ല. പകലില്ലാതെ ഒരു ദിവസം പോലും നമ്മൾ 12-1 മണിയാവാതെ തീരുന്നില്ല. ഒരിടത്തു പോലും ക്ഷീണമില്ല, ഊർജ്ജം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെ വേണമെങ്കിൽ സാധാരണ ഇലക്ഷൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും മറ്റതും വരാം. ഒത്തൊരുമയോടെ സ്നേഹത്തോടു കൂടി ഇങ്ങനൊരു പ്രവർത്തനം, അതും സ്ത്രീ പങ്കാളിത്തം, എവിടെ ചെന്നാലും സ്ത്രീ പങ്കാളിത്തം വെച്ചാൽ നിറഞ്ഞു നിൽക്കുന്ന സ്വീകരണ വേളകളിൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മടുപ്പ് എന്നൊരു സാധനം, അതായത് വികസന മുരടിപ്പ് കണ്ട് കൊല്ലം ജനത മടുത്തിരിക്കുന്നു. ഇന്ന് നല്ലൊരു പാർട്ടി നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ വികസനം അവർ സ്വപ്നം കാണുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ ഈ വരുന്ന 26-ാം തീയതി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതാണ് എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നത്. നാളെ കലാശക്കൊട്ട് ദിവസത്തെ എങ്ങനെയാണ് പരിപാടികളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്? പാർട്ടിക്കാരെന്ത് പറയുന്നു അവരോടൊപ്പം കലാശക്കൊട്ട് നടക്കുന്ന വേദിയിൽ അവരോടൊപ്പം നമ്മൾ പരമാവധി ആ ഒരു നിമിഷമുണ്ടല്ലോ, പരമാവധി വോട്ടർമാരിലോട്ട് സന്ദേശം അയക്കണം. അതുകൊണ്ട് ഇവരോടൊപ്പം കലാശക്കൊട്ട് വേദിയിലും കാണും. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പം 6-7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ എത്രണ്ണത്തിലെങ്കിലും കൃഷ്ണകുമാർ ഒന്നാമതെന്നാണ് കരുതുന്നത്? നമുക്ക് കണക്കുകൾ പറയാൻ വയ്യ. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയെ കേരളത്തിലെ നമ്പർ 1 ജില്ലയാക്കി മാറ്റണം. ഇതാണ് എൻ്റെ സ്വപ്നം. അതിന് പരമാവധി 7 ജില്ലയിൽ മുന്നിട്ട് നിന്നാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. പക്ഷേ നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ എനിക്ക് വ്യക്തമായൊരു ചിത്രം കിട്ടും. കാരണം അത്രയ്ക്ക് മടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ചോദിക്കുകയാണിപ്പോൾ LDFനെയും UDFനെയും എന്തിന് ജയിപ്പിച്ച് വിടണം? ജയിപ്പിച്ച് വിട്ടാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ചെല്ലാം, കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, ക്യാൻറ്റീനിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാം, ചിലപ്പോൾ മോഡിയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഇതിനപ്പുറം ഒന്നുമില്ല. കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. യുവാക്കളും സ്ത്രീകളും പ്രായം ചെന്നവരും ഒന്നടങ്കം പറയുന്നു, ഇനി നമുക്ക് വികസനം വേണോ? തരാൻ മോഡിജിയുണ്ട്. അത് വാങ്ങി ഇവിടെ കൊണ്ട് തരാൻ ഒരു MP വേണം. അതാണ് അവർ കൃഷ്ണകുമാറിൽ കാണുന്നത്. പ്രേമേന്ദ്രനെ മലർത്തിയടിക്കും. നമ്മൾ ആരെയും മലർത്തിയടിക്കാനോ തോൽപ്പിക്കാനോ പോകുന്നില്ല. നമുക്ക് ജയിക്കണം. എപ്പോഴും പോസിറ്റീവ് തോട്ടാണ്. നമുക്ക് ജയിക്കുക, അത് മാത്രമേ ഉള്ളൂ.